അപ്പോൾ അവിടെ ഒരു ഇക്കയും ഒരു ഇത്തയും ഇരിക്കുന്നുണ്ട്. അപ്പം അവരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, നമസ്കാരം. ഒന്ന് വയ്ക്കട്ടെ. അപ്പം എൻ്റെ പേര് അക്ഷിത എന്നാണേക്കാ. ഞാൻ നരിക്കുനി കേട്ടോ എൻ്റെ വീട്. ഇതെൻ്റെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇക്കാൻ്റെ പേര്? എൻ്റെ പേര് ഷിഹാലിക്കോയ. എവിടെയാ വീട്? ചാലിയം. ഓക്കെ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചാനലിൽ ഒരൊറ്റ ഇംഗ്ലീഷ് വാക്ക് പോലും പറയാതെ മുഴുവനായിട്ട് നമ്മൾ മലയാളത്തിൽ തന്നെ പറയാം. ഞാനിപ്പോൾ ഇക്കാരനോടൊരു കാര്യം പറയും, അതല്ലെങ്കിൽ ഇപ്പോൾ ഇക്ക രാവിലെ എഴുന്നേറ്റ മുതൽക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ മലയാളത്തിൽ ഇക്ക പറയണം. ഞാൻ എന്താണോ ചോദിക്കുന്നത് അതിനുള്ള മറുപടി അല്ല. ഞാൻ ഇക്കയ്ക്ക് ഒരു അരമണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റുള്ള ടാസ്ക് തരായി. ഞാൻ ഇടയ്ക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി കയറി ഞാൻ ഇംഗ്ലീഷിൽ ചോദിക്കും. അപ്പം ഇക്ക പിടിച്ച് നിൽക്കണം. ഇക്ക എന്തായാലും പിടിച്ച് നിൽക്കും തോന്നി. ഇക്ക നല്ല കോൺഫിഡൻ്റ് ആണ്. അപ്പം ജോലി എന്താ ചെയ്യുന്നത്? ജോലി എനിക്കിപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് പുള്ളി അത് ഇംഗ്ലീഷ് അല്ലേ? റിയൽ എസ്റ്റേറ്റ് ഇംഗ്ലീഷാണ്. പറമ്പ് കച്ചവടം എന്നാണ് പറയേണ്ടത്. അത് കുഴപ്പമില്ല. ഓക്കെ, എങ്ങനെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, ഇപ്പൊ കുറച്ച് ഡിലേ ആണ്. ഇംഗ്ലീഷ് വന്ന് പ്രശ്നമില്ല. മോശമാണല്ലേ? മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും അതോ ഈ സമയം ഇങ്ങനെയാണോ? ശരിക്കും സാമ്പത്തികമായിട്ട് നല്ല പ്രതിസന്ധിയാണ് ഇപ്പോൾ. സാമ്പത്തികമായിട്ട് പൊതുവില് ബിസിനസ് കച്ചവടങ്ങളൊന്നും നടക്കുന്നില്ല. ഞാന് ഒരു 3:30 മണിക്ക് എണീക്കും രാത്രി. സ്ഥിരമായിട്ട് കണ്ടിന്യൂ പറഞ്ഞു. അവിടെ പോയിട്ട് ഇല്ല, വണ്ടിയായിട്ട് 2 വീലറായിട്ട്. അയ്യോ, അടിപൊളിയായിട്ട് വന്നല്ലോ. വണ്ടി മോട്ടോർസൈക്കിളായിട്ട് പോകും. അതൊന്നും പറഞ്ഞാൽ വാഹനമായിട്ട് പോകും. ഇരുചക്ര വാഹനമായിട്ട് പോകും. അപ്പം അതൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ചു ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് പള്ളിയിലേക്ക്? പിന്നെ അത്ര ദൂരമൊന്നുമില്ല. ഒരു 10-200-300 മീറ്റർ ഉണ്ടാവുള്ളൂ. മീറ്റർ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്താ? പിന്നെ രാവിലത്തെ ഇത് വല്ല ബ്രെഡ് ഇംഗ്ലീഷ്